നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ഫിസിക്സിൻ്റെ പരീക്ഷയാണ് പ്ലസ് ടു സേ. കെമിസ്ട്രി പരീക്ഷ നല്ല കഠിനമായിരുന്നു, മോശമല്ലാത്ത കഠിനം തന്നെ ആയിരുന്നു പരീക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഫിസിക്സ് പഠിക്കാതിരിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ബാക്കിയുള്ള പരീക്ഷകൾ പഠിക്കാൻ പറ്റത്തില്ല. ഇംഗ്ലീഷ് അത്യാവശ്യം കുഴപ്പമില്ല, നന്നായിട്ട് പരീക്ഷ എഴുതിയിട്ടുണ്ട്. പക്ഷേ കെമിസ്ട്രി ഇച്ചിരി ടഫാണ്. പക്ഷേ അതിൻ്റെ അനുസരിച്ച് ലിബറലായിട്ടുള്ള വാല്യുവേഷൻ ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതിനകത്ത് ടെൻഷൻ വേണ്ട. ഇനി പ്ലസ് ടു ഫിസിക്സ് ജയിക്കാൻ വേണ്ടി എന്ന് മാത്രമല്ല, ഡബിൾ പാസ് മാർക്ക് മേടിക്കാൻ ഇത് നന്നായിട്ട് പഠിക്കുക. കെമിസ്ട്രിയുടെ കാര്യം വിട്ടുതരാം, ഇനി നമ്മൾ അത് പറഞ്ഞുകൊണ്ട് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. ഫിസിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് തന്നെ ആക്സിയൽ ലൈന്, ഇക്വറ്റോറിയൽ ലൈന്, അതിൻ്റെ ഡെറിവേഷൻ, കുളംസ് ലോ, ഫോഴ്സ് ആൻഡ് ടോർക്ക് ഓൺ എ ഡൈപോൾ പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്, അതുപോലെ തന്നെ ഗോസസ് തിയറം പ്രൂഫ് 3 ആപ്ലിക്കേഷൻ, ഡൈഇലക്ട്രിക് പോളറൈസേഷൻ. രണ്ടാമത്തെ പാഠത്തിനകത്ത് കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ് ആൻഡ് പാരൽ കപ്പാസിറ്റർ, പാരൽ പ്ലേറ്റ് കപ്പാസിറ്റർ, പിന്നെ കപ്പാസിറ്റൻസ് ഓഫ് എ പാരൽ പ്ലേറ്റ് കപ്പാസിറ്റർ. അതുപോലെ തന്നെ ആ ചാപ്റ്ററിനകത്ത് എനർജി സ്റ്റോറിൻ്റെ കപ്പാസിറ്റർ ഇക്വേഷൻ മാത്രം പഠിക്കുക. മൂന്നാമത്തെ പഠനത്തിനകത്ത് ഓംസ് ലോ, ഡ്രിഫ്റ്റ് വെലോസിറ്റി, ഇന്റേണൽ റെസിസ്റ്റൻസ്, കിർച്ചോഫ് ലോസ്, വീൻസ്റ്റം ബ്രിഡ്ജ് വൃത്തിയായിട്ട് പഠിക്കുക. നാലാമത്തെ ചാപ്റ്ററിനകത്ത് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്, ആംബിയർ സർക്യൂട്ടറി തിയറം, ബയോട്ട് സാവാർട്സ് ലോ, കൺവേർഷൻ ഓഫ് ഗാലനോമീറ്ററിൻ്റെ അമ്മീറ്റർ, കൺവേർഷൻ ഓഫ് ഗാലനോമീറ്ററിൻ്റെ വോൾട്ട് മീറ്റർ നിർബന്ധമായിട്ട് പഠിക്കുക. പിന്നെ 2 പാരൽ കണ്ടക്ടേഴ്സ് ക്യാരിങ് കറണ്ട്, അതിനകത്ത് ആംബിയറിൻ്റെ ഡെറിവേഷൻ പഠിക്കുക. അഞ്ചാമത്തെ ചാപ്റ്ററിനകത്ത് ഫെറോമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് പഠിക്കുക. ആറാമത്തെ ചാപ്റ്ററിനകത്ത് എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടർ, മോഷൻ EMF. ഏഴിനകത്ത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് നിർബന്ധമായിട്ടും പഠിക്കുക, അതിൻ്റെ യൂസസും പ്രോപ്പർട്ടീസും, ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് പഠിക്കുക. എട്ടാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. AC-ക്കകത്തുനിന്ന്, അതായത് ഏഴാമത്തെ ചാപ്റ്റർ AC ആണ്. AC-ക്കകത്തുനിന്ന് പവർ ഫാക്ടർ, ഇമ്പിഡൻസ്, LCR സർക്യൂട്ട്, AC ജനറേറ്റർ, പിന്നെ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ലോസസ് ഓഫ് എ ട്രാൻസ്ഫോമർ, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. പിന്നെ റേ ഒപ്റ്റിക്സിനകത്ത് നിങ്ങൾക്കറിയാം, സിമ്പിൾ മൈക്രോസ്കോപ്പ്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, ലെൻസ് മേക്കേഴ്സ് ഫോർമുല, റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം, മിറർ ഇക്വേഷൻ. വേവ് ഒപ്റ്റിക്സിനകത്തുനിന്ന് 10ാമത്തെ ചാപ്റ്ററാണ്. അതിനകത്തുനിന്ന് ഹൈജീൻസ് പ്രിൻസിപ്പിൾ വെച്ച് റിഫ്രാക്ഷൻ റിഫ്ലക്ഷൻ പ്രൂവ് ചെയ്യുന്നത്. ഡ്യുവൽ നേച്ചറിനകത്തുനിന്ന് 3 ഗ്രാഫുകൾ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റും ത്രഷോൾഡ് ഫ്രീക്വൻസിയും, അതുപോലെ മെത്തേഡ്സ് ഓഫ് ഇലക്ട്രോൺ എമിഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. ആറ്റംസും ന്യൂക്ലിയക്കകത്തൊന്നും ബോറിന്റെ പോസ്റ്റേറ്റ്സ് നിർബന്ധമായിട്ടും പഠിക്കുക. മാസ് ഡിഫക്റ്റും ബൈനിങ് എനർജിയും പോലുള്ള ടോപ്പിക്കുകൾ നോക്കിക്കൊണ്ട് പോവുക. ഹാഫ് ലൈഫ് പീരീഡ്. പിന്നെ ലാസ്റ്റ് ചാപ്റ്റർ സെമി കണ്ടക്ടേഴ്സിനകത്തുനിന്ന് ഡോപ്പിംഗ് എന്താണ്, അതുപോലെ തന്നെ ഫോർവേഡ് ബയാസിങ്, റിവേഴ്സ് ബയാസിങ്, റെക്ടിഫയർ, ഫുൾ വേ റെക്ടിഫയർ, ഹാഫ് വേ റെക്ടിഫയർ. ഇത്രയും പഠിച്ചുകൊണ്ട് പോയാൽ എത്ര കഠിനമായ പരീക്ഷ ആയാലും ഡബിൾ പാസ് മാർക്ക് കിട്ടുമെന്നുള്ളത് ഉറപ്പിക്കാം, എത്ര കഠിനമായാലും. ഓക്കെ, പഠിച്ചോളുക, തളരരുത്, പക്ഷെ പഠിച്ചോണം. നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നെവർ എവർ ഗിവ് അപ്പ്.